ഈ മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ട ആ ഉത്തമ സമുദായത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിയുമ്പോഴേക്ക് ആ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വരികയാണ്. ആ ഭാഗങ്ങളിൽ അവർ ജീവിക്കുന്ന ഖുർആനുകളായതുകൊണ്ട് തന്നെ അവർ ഖുർആൻ പഠിപ്പിച്ചു, ഖുർആന്റെ ഭാഷ പഠിപ്പിച്ചു, ഖുർആന്റെ ആശയവും പഠിപ്പിച്ചു. നമുക്കറിയാലോ, ഇന്നത്തെ പോലെ അച്ചടി അത്ര വ്യാപകമായിരുന്നില്ല അക്കാലഘട്ടത്തിൽ എന്നുള്ളത്. അച്ചടി ഒരു 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലുമെല്ലാമാണല്ലോ വ്യാപകമായി വന്നത്. അപ്പോൾ ഖുർആൻ പഠിപ്പിച്ചു എങ്ങനെ? അവരുടെ ജീവിതം കൊണ്ട്. ഖുർആന്റെ ഭാഷയും പഠിപ്പിച്ചു പരമാവധി ആളുകൾക്ക്. അതോടൊപ്പം തന്നെ ഖുർആനിന്റെ ആശയങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തി അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലെ ആളുകൾ ഇസ്ലാമിലേക്ക്, ഖുർആനിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ആ ഖുർആൻ ലോകത്തെല്ലായിടത്തും, ഒരു ഖുർആന്റെ അവതരണം കഴിഞ്ഞ് 100 വർഷമായപ്പോഴേക്ക് ലോകത്തെല്ലായിടത്തും ഖുർആനിന്റെ സന്ദേശം എത്തുകയും ആ എല്ലായിടത്തുമുള്ള ആളുകളിൽ ചിലരെങ്കിലും ഖുർആനിനെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ സന്നദ്ധമാവുകയും ചെയ്തു. ഇത് പിൽക്കാലഘട്ടത്തിൽ അച്ചടി വിദ്യ വ്യാപകമായപ്പോൾ പരിശുദ്ധ ഖുർആൻ എഴുതിയ അച്ചടിച്ച അറബി ഖുർആനുകൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ പരിഭാഷയും ഉണ്ടായി. പക്ഷെ ഖുർആൻ പരിഭാഷക്കൊരു പരിമിതിയുണ്ട്. അത് വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പടച്ചവൻ സംസാരിച്ചത് അറബി ഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ ആ സംസാരിച്ചതിൻ്റെ ഗാംഭീര്യവും സൗന്ദര്യവും സൂക്ഷ്മതയും ഉൾക്കൊള്ളണമെങ്കിൽ അറബിയിൽ തന്നെ ഖുർആൻ മനസ്സിലാക്കണം. എന്നാൽ ഖുർആന്റെ ആശയം മലയാളത്തിലോ മറ്റു ഭാഷകളിലോ മനസ്സിലാക്കാം. ഈ കാലം മുതൽക്ക് തന്നെ ലോക ഭാഷകളിൽ ഖുർആനിൻ്റെ പരിഭാഷകൾ പുറത്തിറങ്ങി. ആ പരിഭാഷകൾ ലോകത്തെല്ലായിടത്തും വിതരണം ചെയ്യപ്പെടുകയും പഠിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഒരു വശം. അപ്പോൾ ഖുർആൻ, ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മുറയിൽ തന്നെ പരിവർത്തനമുണ്ടായി ഖുർആന്റെ പ്രാഥമിക സംബോധിതരിൽ. അങ്ങനെ പരിവർത്തനമുണ്ടായ പൂർണ്ണമായ ഖുർആനിന്റെ കോപ്പികൾ, അങ്ങനെ തന്നെ പറയട്ടെ, എന്തുകൊണ്ടെന്നാൽ ഖുർആനായിരുന്നു അവരുടെ ജീവിതം. അവർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോയി. അവരിലൂടെ ഖുർആന്റെ ആശയങ്ങൾ ലോകം പഠിച്ചു, ഖുർആൻ പഠിച്ചു, ഖുർആൻ മനസ്സിലാക്കി, ഖുർആന്റെ ആശയത്തിലേക്ക് ലോകം കടന്നു വന്നു. പിൽക്കാലഘട്ടത്തിൽ അച്ചടി വിദ്യ വന്നപ്പോൾ ഖുർആനിന്റെ ആശയം ആ ഭാഷ, അറബി ഭാഷ, മലയാള ഭാഷയിലേക്കും ലോക ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തപ്പെട്ടു. അത് ഉപയോഗിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. അതിനു മുൻപും പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആൻ അറിയാത്ത ആളുകൾക്ക് ഖുർആനിൽ അറബി ഭാഷയിൽ ഓതിക്കൊടുക്കുകയും അത് പരിഭാഷ വാക്കാൽ നിർവഹിക്കുകയും വാമൊഴിയായി നിർവഹിക്കുകയും ചെയ്തു പോന്നു. അതായിരുന്നല്ല അന്നത്തെ രീതിശാസ്ത്രം. ഇനി പ്രാർത്ഥനകളുടെ കാര്യം. എൻ്റെ സുഹൃത്തിൻ്റെ സ്നേഹിതന്മാർക്ക് ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവർ കൂടി കേൾക്കണം. പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞു ചൊല്ലാനുള്ളവ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തെക്കുറിച്ച് പഠിപ്പിച്ചത് നമസ്കാരം മുനാജാത്താണ് എന്നാണ്, അള്ളാഹുവുമായുള്ള സംഭാഷണമാണ് എന്ന്. ആ സംഭാഷണത്തിൽ നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങൾ വെറുതെ ഉരുവിടുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ആ സുഹൃത്ത് തന്നെ സൂചിപ്പിച്ച ആത്മവിശുദ്ധി നേടിയെടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവിടെയാണ് അതിൻ്റെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആന്റെ മാത്രമല്ല, പ്രാർത്ഥനകളുടെ വിശേഷിച്ചും ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണോ നമസ്കാരത്തിലുള്ള പ്രാർത്ഥന? ഇനി എന്തുകൊണ്ട് മലയാളത്തിലായിക്കൂടാ എന്ന ചോദ്യം, അതാണ് ടോമിൻ്റെ ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം, ഇസ്ലാം ഒരു സാമൂഹ്യ മതമാണ്. കേവലം വ്യക്തിയുടെ സംസ്കരണം മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ സംസ്കരണം കൂടി ലക്ഷ്യമാക്കുന്ന ഒരു ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം. ഒപ്പം തന്നെ ഇസ്ലാമിലെ ആരാധനകളെല്ലാം സമൂഹ പ്രസക്തമാണ്. അപ്പോൾ ആരാധനകളിൽ പ്രധാനപ്പെട്ട നമസ്കാരം ഒരു മുസ്ലിമിന് എവിടെ വെച്ചും നിർവഹിക്കാൻ കഴിയണം, എവിടെ വെച്ചും അതിലെ പ്രാർത്ഥനകൾ നിർവഹിക്കാൻ കഴിയണം. ആ പ്രാർത്ഥനകളാകട്ടെ ഒരു ഇമാമ് ചൊല്ലുകയും, ചിലതെല്ലാം ഇമാമ് ചൊല്ലുകയും പിന്നിലുള്ളവർ അത് ഏറ്റു ചൊല്ലുകയും ചെല്ലേണ്ടതുണ്ട്, മറ്റ് ചിലത് മെല്ലെ ചെല്ലേണ്ടതുണ്ട്. ഇതെല്ലാം ഓരോരുത്തരും അവനവൻ്റെ ഭാഷയിലാകുമ്പോൾ ഈ ഐകരൂപ്യം ഉണ്ടാകുന്നില്ല, ഈ ഒരു കോമൺ പർപ്പസ് ഉണ്ടാകുന്നില്ല. ഈ ഒരു അടിസ്ഥാനപരമായി എല്ലാവരും ഒരേ ദൈവത്തോട് ഒരേ രൂപത്തിൽ ഒരേ പദം ഉപയോഗിച്ച് ഒരേ മനസ്സോടുകൂടി ഒരേ സ്വരത്തിൽ
പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിലെ നമസ്കാരത്തിൻ്റെ സവിശേഷത. ആ നമസ്കാരത്തിൽ നമ്മൾക്ക് നിശ്ചയിക്കപ്പെട്ട പ്രാർത്ഥനകൾ അത് അറബി ഭാഷയിൽ തന്നെ വേണം. എന്തുകൊണ്ടെന്നാൽ അത് പടച്ച തമ്പുരാൻ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകൾ പടച്ചവൻ തന്നെ പഠിപ്പിച്ചതായതുകൊണ്ട് പടച്ചവൻ പഠിപ്പിച്ച രീതിയിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നാൽ അതല്ലാത്ത സമയങ്ങളിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് നമ്മുടെ ഭാഷകളിലാകാം. ഈ നമസ്കാരത്തിൻ്റെ സമയത്തല്ലാത്തപ്പോഴും പ്രാർത്ഥനകളുണ്ട്, നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥനയുണ്ട്. അതേപോലെ തന്നെ വ്യക്തിപരമായി നമുക്ക് ഏത് സമയത്തൊരു പ്രയാസമോ പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോഴുള്ള പ്രാർത്ഥനയുണ്ട്. ഇതെല്ലാം അവനവൻ്റെ ഭാഷയിലാകാം, ആ ഭാഷ അറിയുമെങ്കിൽ അറബിയിലുമാകാം. അപ്പൊ ചുരുക്കത്തിൽ പ്രാർത്ഥന എന്നുള്ളത് കേവലം മനസ്സിൽ നിന്ന് ഉയരുന്ന കേവല അഭ്യർത്ഥനക്കപ്പുറത്ത് സർവശക്തനായ തമ്പുരാൻ തന്നെ ആ പ്രാർത്ഥനാവചനങ്ങൾ പഠിപ്പിച്ചു തരികയും ആ പ്രാർത്ഥനാവചനങ്ങൾ എല്ലാവരും ഒരേപോലെ ഉരുവിടുന്ന അവസ്ഥയുണ്ടാകണം എന്നുമാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്തെ താല്പര്യം. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അർത്ഥം മനസ്സിലാക്കാതെ പ്രാർത്ഥിക്കുന്ന ആളുകൾ പ്രാർത്ഥനകളുടെ യഥാർത്ഥ ആത്മാവ് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല. അതിനവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. റൊട്ടേഷൻ അനുസരിച്ച് സ്ത്രീകളുടെ ഭാഗത്താണ് അടുത്ത ചോദ്യം. അതിനു മുമ്പായി സദസ്സിലുള്ള മുസ്ലിം സഹോദരന്മാരോട് ഒരു അഭ്യർത്ഥന. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് മൈക്കിൽ പോയിന്റ് വന്ന് ചോദിക്കാൻ അവസരമുണ്ട്. പ്രത്യേകിച്ച് ഈ സദസ്സിൽ മുസ്ലിം സഹോദരന്മാർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതാണ് ചോദ്യങ്ങൾ നേരിട്ട് ചോദിക്കാൻ. അക്ബർ സാഹിബ് മത താരതമ്യ പഠനത്തിൽ ഏറ്റവും അവഗാഹം നേടിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംശയങ്ങൾക്ക് ദൂരീകരിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങളത് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്ത്രീകളുടെ ഭാഗത്ത് ചോദ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ചോദ്യമില്ല എന്ന് മനസ്സിലാക്കി ഇവിടെ എഴുതി കിട്ടിയ ഒരു ചോദ്യം ചോദിക്കുകയാണ്. സഫീർ കോഴിക്കോടാണ് ചോദിച്ചിട്ടുള്ളത്. മരണാനന്തരം വിശ്വാസികൾക്ക് സ്വർഗം ലഭിക്കുമെന്ന വാഗ്ദാനമാണല്ലോ ലോകത്ത് തീവ്രവാദം വളരാൻ കാരണമാക്കിയത്. മരണാനന്തരം വിശ്വാസികൾക്ക് സ്വർഗം ലഭിക്കുമെന്ന വാഗ്ദാനമാണല്ലോ ലോകത്ത് തീവ്രവാദം വളരാൻ കാരണമാക്കിയതെന്നാണ് ചോദ്യം. എൻ്റെ ഉത്തരം അല്ലല്ലോ എന്നാണ്. എന്താന്ന് വെച്ചാൽ തീവ്രവാദവും സ്വർഗവും തമ്മിലൊരു ബന്ധവുമില്ല. യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ പൂർണ്ണമായ നിർമ്മലീകരണത്തിലൂടെ സംസ്കരണത്തിലൂടെ നേടിയെടുക്കേണ്ടതാണ് സ്വർഗം. ആ സ്വർഗം ലഭിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മതത്തിൽ അതിര് കവിയാൻ പാടില്ല എന്നത് ആ ഖുർആനിൻ്റെ തിരുസുന്നത്തിൻ്റെ കൃത്യമായ നിർദ്ദേശമാണ്. ലാ തഅലൂ ഫീ ദീനക്കും. പരിശുദ്ധ ഖുർആനിൽ വേദക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നു, നിങ്ങൾ മതത്തിൽ അതിര് കവിയാൻ പാടില്ല. അതേപോലെ തന്നെ ഭീകരവാദമാണെങ്കിൽ നിഷ്കളങ്കരായ മനുഷ്യരെ കൊന്നൊടുക്കുന്ന, അവരെ ആക്രമിക്കുന്ന ഏർപ്പാട് പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തു മാഇദയിലെ 32-ാമത്തെ വചനത്തിൽ, ദീർഘമായ വചനത്തിൽ, ഇന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു. ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളരെ വ്യക്തമായി തന്നെ തീവ്രവാദവും ഭീകരവാദവും പാടില്ല എന്നതിന് വ്യക്തമായ തെളിവ് നൽകുന്നു. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്കാണ് സ്വർഗപ്രവേശം ലഭിക്കുക എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെടുന്നു. പിന്നെ എങ്ങനെയാണ് തീവ്രവാദം വളരാൻ ഇത് കാരണമാവുക? ഒന്ന്, ഇനി പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ല ചെയ്യപ്പെട്ടവർ അവർ സ്വർഗത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് തീവ്രവാദം വളരുന്നത് എന്നാണെങ്കിൽ അതിന് യാതൊരു അടിത്തറയുമില്ല. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലാകണം മരണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണപ്പെട്ടവർ എന്ന് പറയുമ്പോൾ പടച്ചവൻ പറഞ്ഞതനുസരിച്ചുള്ള മരണമാണ്, പടച്ചവൻ കൃത്യമായി പഠിപ്പിച്ചതനുസരിച്ചുള്ള മരണമാണ്. അത് പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് നടക്കുന്ന മരണമാണ്. അതിനുവേണ്ടി നടക്കുന്ന യുദ്ധത്തിൽ നടക്കുന്ന മരണമാണ്.
അതിന് കൃത്യമായ നിബന്ധനകളുണ്ട്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത്